നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ത്യ ഇന്നലെ സൗത്ത് ആഫ്രിക്കയെ ചരിത്ര തോൽവിയിലേക്കാണ് തള്ളിവിട്ടത്. സൗത്ത് ആഫ്രിക്ക അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് T20 മത്സരത്തിൽ ഇത്ര ചെറിയ സ്കോറിന് ഓൾ ഔട്ട് ആവുന്നത്. 74 റൺസിന് അവർ ഓൾ ഔട്ടായി. ഇന്ത്യ 101 റൺസിൻ്റെ വിജയം കുറിച്ചു. പക്ഷേ എല്ലാം ശരിയാണോ എന്ന് ചോദിച്ചാൽ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഇനിയും ശരിയായി വരാനുണ്ട്. ഒന്ന്, ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിൻ്റെ ബാറ്റിംഗ് ഫോമാണ്. അത് കഴിഞ്ഞ ഒരു 19 ഇന്നിങ്സുകൾ നമ്മൾ നോക്കിയാൽ, T20 ഇന്നിങ്സുകൾ നമ്മൾ നോക്കിയാൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പ്രകടനം 12 റൺസാണല്ലോ. 11 പന്തുകൾ 12 റൺസ്. അതിന് മുമ്പത്തെ കളിയിൽ ആൾ 10 പന്തുകളിൽ നിന്ന് 20 റൺസ് അടിച്ചത്. അതിന് മുമ്പ് 11 പന്ത് 24 റൺസ്. അതിന് മുമ്പ് 4 പന്തുകളിൽ നിന്ന് 1 റൺസ്. അതിന് മുമ്പ് 24 പന്തുകളിൽ നിന്ന് 39 നോട്ട് ഔട്ട്. അതിന് മുമ്പത്തെ കളിയിൽ 5 പന്തുകളിൽ നിന്ന് 1 റൺസ്. പിന്നെ ഒരു കളി 13 പന്തുകൾ 12 റൺസ്. പിന്നെ 11 പന്തുകൾ 5 റൺസ്. പിന്നെ 3 പന്തുകൾ ഡക്ക്. പിന്നെ 37 പന്തുകളിൽ നിന്ന് 47 നോട്ട് ഔട്ട്. അതിന് മുമ്പ് 2 പന്തുകളിൽ നിന്ന് 7 നോട്ട് ഔട്ട്. അതിന് മുമ്പ് 3 പന്തുകളിൽ നിന്ന് 2 റൺസ്. അതിന് മുമ്പ് 4 പന്തുകളിൽ നിന്ന് ഡക്ക്. അതിന് മുമ്പ് 7 പന്തുകളിൽ നിന്ന് 14. പിന്നെ 7 പന്തുകളിൽ നിന്ന് 12. പിന്നെ 3 പന്തുകളിൽ നിന്ന് ഡക്ക്. 4 പന്തുകളിൽ നിന്ന് 1 റൺസ്. 9 പന്തുകളിൽ 4 റൺസ്. 17 പന്തുകളിൽ നിന്ന് 21 റൺസ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ സമീപകാലത്തെ T20 ബാറ്റിംഗ് പ്രകടനം എന്ന് പറഞ്ഞാൽ. ഈ 19 ഇന്നിങ്സുകളിൽ നിന്ന് സൂര്യകുമാർ യാദവ് എന്ന ഇന്ത്യൻ നായകൻ അടിച്ചത് 222 റൺസ് മാത്രം. 13.87 മാത്രമാണ് ആവറേജ്. സ്ട്രൈക്ക് റേറ്റ് 119.35. എന്തു പറയുന്നു? പരിതാപകരമായ ബാറ്റിംഗ് പ്രകടനമാണ്. ഒരു തർക്കവും അക്കാര്യത്തിലില്ല. സൂര്യയിൽ നിന്ന് ഇതല്ല ടീം പ്രതീക്ഷിക്കുന്നത്, ആരാധകർ പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ മികച്ച പ്രകടനങ്ങൾ അദ്ദേഹത്തിൽ നിന്നുണ്ടാവുമെന്ന് കരുതാം. ഇപ്പോൾ ചിലരൊക്കെ ക്യാപ്റ്റൻ ആയതുകൊണ്ട് മാത്രം അദ്ദേഹം തുടരുകയാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർത്തി തുടങ്ങിയിട്ടുമുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ നമുക്കറിയാം T20 കളിക്കാൻ കപ്പാസിറ്റിയുള്ള നിരവധി ടാലൻറ്റുകളുള്ളൊരു രാജ്യമാണ്. അവിടെയാണ് ഇത്തരത്തിൽ നായകൻ്റെ പ്രകടനം. പക്ഷേ ക്യാപ്റ്റൻ നിലയിലോ അദ്ദേഹത്തിൻ്റെ റിസൾട്ട് നോക്കിയാൽ വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാപ്റ്റൻ ഇൻ T20 ഹിസ്റ്ററി എന്ന് പറയേണ്ടി വരും. എന്താണെന്നറിയോ, അദ്ദേഹം ക്യാപ്റ്റനായതിനു ശേഷം ഓസ്ട്രേലിയയെ 4-1 T20 പരമ്പരയെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 1-1 സമനിലയുണ്ടായിരുന്നതിന് മുമ്പ് ശ്രീലങ്കയെ 3-0 തോൽപ്പിച്ചു. ബംഗ്ലാദേശിനെ 3-0 തോൽപ്പിച്ചു. സൗത്ത് ആഫ്രിക്കയെ 3-1 തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇംഗ്ലണ്ടിനെ 4-1 തോൽപ്പിച്ചു. ഏഷ്യ കപ്പിൽ മുത്തമിട്ടു. ഓസ്ട്രേലിയയെ T20 സീരീസിൽ 2-1 തോൽപ്പിച്ചു. ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 1-0 ലീഡ്. എന്തു പറയുന്നു? യെസ്, T20 ക്രിക്കറ്റ് റിസൾട്ട് നമ്മളെടുത്താൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് വേറെ ലെവൽ റിസൾട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻസിയിൽ അദ്ദേഹത്തെ വിമർശിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. പിന്നെ ടീം നന്നായി കളിക്കുമ്പോൾ ഇപ്പോൾ ഒരു ക്യാപ്റ്റൻ്റെ കാര്യമുണ്ടോ, ക്യാപ്റ്റൻ ഇല്ലെങ്കിലും കളി ജയിക്കില്ല എന്നൊക്കെ പറയാൻ ആളുണ്ടാവും. പക്ഷേ ക്രിക്കറ്റ് കളി എങ്ങനെയാണ് കളിക്കുക എന്നുള്ളത് നന്നായിട്ട് കളി അറിയാവുന്നവർക്കൊക്കെ അറിയാമല്ലോ. അവിടെ ക്യാപ്റ്റൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതും അറിയാമല്ലോ. അപ്പോൾ പിന്നെ ക്യാപ്റ്റൻ തീർച്ചയായിട്ടും ഈ ജയങ്ങളിലൊക്കെ വലിയ രൂപത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. നേരത്തിൽ തർക്കമേ ഇല്ല. പക്ഷേ ബാറ്റിംഗ് ഫോം പൂറാണ്. അത് അദ്ദേഹം തിരികെ പിടിച്ചേ പറ്റൂ. അല്ലെങ്കിൽ അടുത്ത വേൾഡ് കപ്പിന് നമുക്ക് അതൊരു തിരിച്ചടിയാവാൻ സാധ്യതയുണ്ട്. ക്യാപ്റ്റൻ ബാറ്റിങ്ങിലും തിളങ്ങിയേ പറ്റൂ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.